നടനും ബി.ജെ.പി. നേതാവുമായിട്ടുള്ള കൃഷ്ണപ്രസാദും സഹോദരൻ ബി.ജെ.പി. കൗൺസിലർ കൂടി ചേർന്ന് സ്വകാര്യ ഡോക്ടറായിട്ടുള്ള വയോധികനെ കയ്യേറ്റം ചെയ്തിട്ട് വാർത്താ തീവ്രതയില്ല. അതെന്താണ്? നമ്മുടെ നാട്ടിൽ ബി.ജെ.പി. നേതാക്കന്മാർ വയോധികനെ കയ്യേറ്റം ചെയ്തു കഴിഞ്ഞാൽ വാർത്താ തീവ്രതയോ ചർച്ചയോ അല്ലെങ്കിൽ പരാതിക്കാരന്റെ പ്രതികരണമോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമോ ഒന്നും ഇല്ലാതെ ഒരു സാധാ വാർത്തയായിട്ട് കടന്നു പോകുന്നതും പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുത്തു എന്ന ലേബലിലാണ് വയോധികനായിട്ടുള്ള ഡോക്ടറെ കയ്യേറ്റം ചെയ്ത് ആശുപത്രിയിലാക്കിയതിനു പിന്നാലെ കേരളത്തിലെ മാധ്യമധർമ്മം വെളിപ്പെടുന്നത്. സംഭവത്തെക്കുറിച്ച് ഡോക്ടറായിട്ടുള്ള ബി ശ്രീകുമാർ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോഴാണ് വാർത്ത പുറത്തു വരുന്നത്. കൃഷ്ണപ്രസാദും സഹോദരൻ കൃഷ്ണകുമാറും ചേർന്ന് ഇദ്ദേഹത്തിന്റെ വസ്തു അതിക്രമിച്ച് അതിൽ മതിൽ കെട്ടാൻ ശ്രമിച്ചു. പാവപ്പെട്ട ഡോക്ടർ അതിനെ എതിർത്തതിന് അയാളെ കയ്യൂക്ക് കാട്ടി. ഞാൻ ഇവിടത്തെ ബി.ജെ.പി. നേതാവാണ്, നടനാണ്, എനിക്ക് സ്വാധീനം കൂടുതലാണ് എന്ന നിലയ്ക്കാണ് വയോധികനായിട്ടുള്ള വ്യക്തിയുടെ മൂക്കിന്റെ പാലം ഇടിച്ച് തകർത്തത്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ അത് വലിയ ചർച്ചയും വാർത്താ തീവ്രതയും അല്ലാതായിരിക്കുന്നു. കോട്ടയം നഗരത്തിൽ താമസിക്കുന്ന ഡോക്ടർ ചങ്ങനാശ്ശേരി പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്തുള്ള തന്റെ ഭാര്യയുടെ പേരിലുള്ള വസ്തുവിലാണ് കയ്യേറ്റം നടക്കുന്നതായി അറിഞ്ഞ് അവിടെ ചെന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് മതിൽ കെട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് നടത്തുക? നിയമപരമായിട്ട് തൊട്ടടുത്തുള്ള വസ്തുക്കാരന്റെയും കൂടി അനുമതിയോടുകൂടി. ഇതങ്ങനെയൊന്നുമില്ല. കൃഷ്ണപ്രസാദ് എന്നൊക്കെ പറഞ്ഞാൽ നടനാണ്, അനിയൻ ബി.ജെ.പി. കൗൺസിലർ കൂടി ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടത്തെ തമ്പ്രാക്കന്മാരാണ്, അതുകൊണ്ട് തൊട്ടടുത്ത വസ്തുക്കാരന്റെ ഭൂമി അങ്ങ് കയ്യേറി. അത് ചോദിക്കാൻ വില്ലേജ് ഓഫീസറുമായിട്ട് ചെന്നപ്പോഴാണ് നീ ചോദിക്കാൻ വരുവടാ എന്ന് ചോദിച്ചുകൊണ്ട് 2 സവർണ മാടമ്പികൾ കൂടി ഇറങ്ങി ആ ഡോക്ടറെ കയ്യേറ്റം ചെയ്തത്. 67 വയസ്സുണ്ട്, ഇവന്റെയൊക്കെ അപ്പന്റെ പ്രായമുണ്ട്, എന്നിട്ടാണ് ഈ തോന്നിവാസം കാട്ടിയത്. അതിനെതിരെ രാവിലെ മുതൽ വലിയ ചർച്ച നടക്കേണ്ടതാണ്, ജനവികാരം ഉണ്ടാകേണ്ട വിഷയമാണ്. നടനും ബി.ജെ.പി. കൗൺസിലറുമായാൽ ഈ നാട്ടിൽ എന്ത് തെണ്ടിത്തരവും കാണിക്കാമോ എന്ന ചോദ്യം ഉന്നയിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ തല്ലുകൊണ്ട വ്യക്തിയോടൊപ്പമല്ല, നെറികേട് ചെയ്തവനോടൊപ്പം നിന്ന് അവന് വേണ്ടി വാർത്ത കൊടുത്തു എന്ന് വരുത്തിക്കൊണ്ട് അതിനെ സാധാരണ ഒരു സംഭവമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇതിപ്പോ കൃഷ്ണപ്രസാദിന്റെ ഭാഗത്ത് ഏതെങ്കിലും CPM നേതാവും ഈ പാവപ്പെട്ട ഡോക്ടറുമായിരുന്നെങ്കിൽ എന്തോരം വാർത്താ വിസ്ഫോടനം ഉണ്ടായേനെ. ഇവിടെ ചർച്ചകൾ കൊണ്ട് ഇന്ന് സമാധാനം ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടായേനെ. പക്ഷേ ഇതാകുമ്പോൾ കേരളത്തിലെ മാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം സംഘി ബന്ധമുണ്ട്, പോരാത്തതിന് ബി.ജെ.പി. ആയിട്ട് അടുത്ത ബന്ധം പുലർത്തുകയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ വലിയ വാർത്ത കൊടുത്ത് നമ്മൾ കരിയർ നശിപ്പിക്കേണ്ടതില്ല. വരും കാലങ്ങളിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയും ഭാവി വാഗ്ദാനമാണ്. അപ്പോ അയാളോടൊപ്പം നമ്മൾ നിൽക്കണം, എന്നാലേ ഗുണമുള്ളൂ. ഇതിന്റെ ഭാഗമായിട്ടാണ് ഡോക്ടറിന്റെ മൂക്കിന്റെ പാലം ഇടിച്ച് തകർത്തതിന് ശേഷം ഇപ്പോ പരാതി വ്യാജമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതിൽ നിന്ന് കൃഷ്ണകുമാറും സഹോദരനും കാണിച്ചത് ഗുണ്ടായിസമാണെന്ന് ആർക്കും മനസ്സിലാകും. പക്ഷേ വാർത്ത ന്യൂട്രൽ രീതിയിൽ കൊടുത്തിട്ട് കൃഷ്ണപ്രസാദിന്റെ പേരിൽ വാർത്ത വന്നു. കൃഷ്ണപ്രസാദ് ചെയ്തത് തെമ്മാടിത്തരമാണ്, പോക്കൃത്തരമാണെന്നൊരു അഭിപ്രായമേ ഇല്ല. ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കരുത് എന്ന് ശക്തമായ താക്കീതുമില്ല. വസ്തു കയ്യേറിയത് ചോദ്യം ചെയ്യാൻ ചെന്ന വ്യക്തിയെ കയ്യേറ്റം ചെയ്ത് അയാളെ ആക്രമിച്ച് അവശനാക്കി ആശുപത്രിയിലാക്കിയതിനു ശേഷം മാധ്യമങ്ങൾ ഒരു ന്യൂട്രൽ മൈൻഡിൽ വ്യാജ വാർത്തയെന്ന് കൃഷ്ണപ്രസാദ് പറഞ്ഞു എന്നതിനെ അതേപടി എടുത്ത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇവർ ആർക്കൊപ്പമാണ്? ഇവർക്ക് CPMകാരാണെങ്കിൽ മാത്രമേ ഒരു പ്രത്യേക കുരുപൊട്ടൽ ഉണ്ടാകൂ എന്നതിന്റെ തെളിവ് കൂടിയാണ് നടൻ കൃഷ്ണപ്രസാദും അനിയനും ചേർന്ന് നടത്തിയ ഗുണ്ടാ പ്രവർത്തനം ഒരു സാധാരണ വാർത്തയായി മാറുന്നത്.